ഇന്ന് നമുക്ക് ഇപ്രകാരം വീണ്ടും ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിൽ ഇപ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ ഈ മാധ്യമത്തിലൂടെ ഈ ശബ്ദപരിധിക്കുള്ളിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു, കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലും സമയം കണ്ടെത്തി ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള, അതുപോലെ തന്നെ ഈ ദൈവസഭയിൽ നിന്നുള്ള എല്ലാ ദൈവമക്കളെയും, നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ അറിയുന്ന നമ്മുടെ നാഥൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സമൃദ്ധിയായി എല്ലാവരെയും ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തുടർന്ന് ശേഷിക്കുന്നതായ അല്പസമയം നാം ഒരുമിച്ച് ദൈവവചനത്തിന്റെ ഒരു ഭാഗം ധ്യാനിക്കുവാനായിട്ട് പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അധികം മുഖവര പറഞ്ഞ് സമയം നമ്മുടെ മുമ്പിൽ അധികമില്ലല്ലോ. മുഖവര പറഞ്ഞ് അത് ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കാതെ ഇന്ന് രാത്രിയിലെ നമ്മുടെ വചന ചിന്തയ്ക്കായി നമുക്കെല്ലാവർക്കും ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 26-ഉം 27-ഉം വാക്യങ്ങള് നമുക്ക് ഒന്ന് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടെ പറയട്ടെ. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 32 വേഴ്സ് 26 and 27. 33-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങള് ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇപ്രകാരമാണ് 26-ാം വാക്യത്തിൽ വായിക്കുന്നത്: യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. 27-ാം വാക്യത്തിൽ പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഈ വേദഭാഗത്തിനായി എല്ലാ ദൈവമക്കളും ആ കരമൊന്നുയർത്തി സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ഈ വചനത്തെ പൂർണ്ണമായി നമുക്കുള്ള ഒരു ദൂതായി ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് അവൻ മേഘാരൂഢനായി നമ്മുടെ സഹായത്തിനായി ഹല്ലേലൂയ വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ടാം ഭാഗത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ വായിക്കുന്നത് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കൽപ്പിക്കാമെന്നല്ല, കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ചില വിടുതലുകൾ നമ്മുടെ കർത്താവ് നമുക്കായി ചെയ്യുവാനും ചിലത് ഇന്ന് രാത്രിയിലെ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് കൽപ്പിച്ചിരിക്കുകയുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരിക്കലൂടെ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദവാക്യമാണ്. പ്രത്യേകാൽ ഹല്ലേലൂയ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളുമായി അവരെ നേതൃത്വം നൽകി അവരെ നയിച്ച കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട മോശയുടെ ജീവിതത്തിന്റെ സായാഹ്ന വേളയിൽ തന്റെ മരണത്തോട് താൻ ഏറ്റവും അടുത്ത ആ നിമിഷത്തിൽ ഹല്ലേലൂയ ഇസ്രായേൽ ഗോത്രങ്ങളെ മുഴുവൻ തന്റെ അടുക്കലേക്ക് കൂട്ടിവരുത്തി അവരെ ഹല്ലേലൂയ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗ ചരിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. പഴയ നിയമ ചരിത്രം നാം പഠിച്ചാൽ രണ്ട് ഭക്തന്മാർ പ്രൈസ് ദി ലോർഡ് അവരുടെ ജീവിത സായാഹ്ന വേളയിൽ മരണം അവരോട് ഏറ്റവും അടുത്തു വന്നപ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ ഗോത്രത്തെ ഒന്നടങ്കമായി ഗോത്രമായി മുന്നേ വിളിച്ച് അനുഗ്രഹിച്ച രണ്ട് ഭക്തന്മാരുണ്ട്. സ്തോത്രം. അതിലൊരാളാണ് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. അത് മറ്റാരുമല്ല, യാക്കോബാണ്. സ്തോത്രം. ഗോത്രപിതാക്കന്മാരായ ആ ഇസ്രായേൽ വംശത്തിന്റെ ഗോത്രപിതാക്കന്മാരായ ഗോത്രവർഗങ്ങളുടെ നേതൃത്വം നൽകുന്ന ഓരോരുത്തരെ തന്റെ മുമ്പിൽ വിളിച്ച് അവരെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ മോശ ഇസ്രായേൽ മക്കളെ ഗോത്രമായി
തന്റെ മുമ്പിൽ വിളിച്ചു വരുത്തി അവരെ അനുഗ്രഹിക്കുന്ന ഒരു വേദഭാഗമാണ്. ഇന്ന് രാത്രിയിൽ ആ വേദവാക്യങ്ങളിലേക്കൊന്നും പോകുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല എന്നെനിക്കറിയാം. നിങ്ങൾ സമയം ലഭിക്കുമ്പോൾ 32-ാം അധ്യായവും 33-ാം അധ്യായവും ഒന്ന് ചേർത്ത് ഒന്ന് വായിക്കുവാൻ സമയം ലഭിക്കുമ്പോൾ വായിക്കുന്നത് നന്നായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ഹല്ലേലൂയ ഗോത്രങ്ങളെ വിളിച്ച് തന്റെ മക്കളായ ഗോത്രങ്ങളെ വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ ആ അനുഗ്രഹ വാക്കുകളിൽ ശാപങ്ങളും ചില മക്കൾക്ക് ലഭിക്കാനായിട്ടിടയായിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ മോശ ഇവിടെ ഗോത്രപിതാക്കന്മാരെ വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ആദ്യം ശാപം ലഭിക്കപ്പെട്ടവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ വിഷയം ഇന്ന് രാത്രിയിൽ നമ്മുടെ വിഷയമല്ലല്ലോ, അതിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോട് ഒന്നടങ്കമായി ഓരോ ഗോത്രങ്ങളായി തന്റെ മുമ്പിൽ വിളിച്ച് അവരെ അനുഗ്രഹിച്ച ശേഷമായി ഒരൊറ്റ വാക്കിൽ ആ 40 വർഷത്തെ അവരുടെ മരുഭൂ പ്രയാണ യാത്രയെ കുറിച്ച് ഒറ്റ വാക്കിൽ മോശയ്ക്ക് പറയുവാനായിട്ടുള്ള ഹല്ലേലൂയ പദം ഹല്ലേലൂയ മറ്റൊന്നുമല്ല, യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ ആ കരമൊന്നുയർത്തി ഇന്ന് രാത്രി പറയും ഹല്ലേലൂയ, ഞാൻ സേവിക്കുന്ന ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി ദൈവമക്കൾ ഒന്ന് ധൈര്യത്തോടെ ഇന്ന് രാത്രിയിൽ ഒന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ. അവനൊപ്പം പറയാൻ അവന് തുല്യനായി ഹല്ലേലൂയ നാം പാടിയതുപോലെ അവൻ ആരിലും ഉന്നതനായ ഒരു കർത്താവാകയാൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇവിടെ യേശൂർ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ്? ഹല്ലേലൂയ. തിരുവചനം പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഈ പ്രത്യേകമായ പേര് ഇസ്രായേലിനെ ദൈവം കൊടുത്തതായ ഒരു ഓമന പേരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ വംശത്തിന് മുഴുവനായി ദൈവം തന്റെ നിക്നെയിമായി ഹല്ലേലൂയ ഓമന പേര് നൽകിക്കൊണ്ട് ഇസ്രായേലിന് നൽകിയ ഒരു പേരാണ് ഹല്ലേലൂയ ഹല്ലേലൂയ യേശൂർ എന്ന പേര്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആ പേരിന്റെ പ്രത്യേകമായ അർത്ഥം സെപ്റ്റുവജന്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയുന്നത് സ്തോത്രം ദൈവത്തിന്റെ പ്രിയ മക്കൾ എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. ബിലവഡ് വൺ ഓഫ് ഗാഡ്, ദ അപ്രൈറ്റ് വൺ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ദൈവമേ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ജനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് രാത്രി തന്റെ വീണ്ടെടുക്കപ്പെട്ട തന്റെ പ്രിയ മക്കളെ ഹല്ലേലൂയ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന കർത്താവ് ഈ ഓമനെ പേർ ചൊല്ലിയാണ് വിളിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നമുക്കിനിയും ആ പേര് പറയുമ്പോൾ തന്നെ ഇന്ന് ഹല്ലേലൂയ രാത്രിയിൽ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. മോശ ഒരു കാര്യമാണ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അവരുടെ 40 വർഷത്തെ യാത്രയിൽ ഹല്ലേലൂയ അവരെ സഹായിച്ച പലരുമുണ്ട്, അവരെ സ്നേഹിച്ച പലരുമുണ്ട്, അവർക്കായി കരുതിയ പലരുമുണ്ട്, അവർക്ക് കൈത്താങ്ങലുകൾ കൊടുത്ത അവരെ പ്രോത്സാഹിപ്പിച്ച പലരുമുണ്ട്. എന്നാൽ അവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല എന്ന് മോശ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വിശ്വാസ പ്രയാണത്തിൽ ഇന്ന് രാത്രി ദൈവമക്കൾ ഒരിക്കലും മറന്നുപോകരുത്. ഈ യാത്രയിൽ നമ്മെ സഹായിക്കുന്ന പലരും കാണാം, നമ്മെ സ്നേഹിക്കുന്ന പലരും കാണാം, നമ്മളെ കരുതുന്ന പലരും കാണാം. ഹല്ലേലൂയ. നമുക്ക് കൈത്താങ്ങലുകൾ നൽകുന്ന പലരും കാണാം. ഹല്ലേലൂയ. എന്നാൽ എത്ര കണ്ട് ഹല്ലേലൂയ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കരം പിടിച്ചു നടത്തുന്ന ഒരു യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല എന്ന് പിൽക്കാല ജീവചരിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ ദൈവസന്നദ്ധയിൽ അത് വിളിച്ചു പറയും. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ ദൈവം നമ്മുടെയും ദൈവമെന്ന്
ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്ത് ആ നല്ല കർത്താവിനെ ഒന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഓ റിബാന ശംദൽ കൗഡ ബാബ. അതിന് 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യശൂർ എന്നല്ല വിളിക്കുന്നത്, ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യൻ ആർ. ഹല്ലേലൂയ, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവന് നിന്റെ ഹല്ലേലൂയ സഹായത്തിന്റെ പരിച, നിന്റെ മഹിമയുടെ വാളുമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ നാം കർത്താവിനെ കുറിച്ച് വായിക്കുമ്പോൾ അവന് തുല്യനായി മറ്റാരുമില്ല എന്ന് ഇവിടെ പറയുമ്പോൾ, അതിന്റെ അടുത്ത വാക്യത്തിൽ ആ യശൂരിനെ കുറിച്ച്, ആ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്: നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനായി ആരുമില്ല. ഹല്ലേലൂയ. ഒരു വശത്തെ ദൈവം തുല്യനായി ആരുമില്ലാതിരിക്കുമ്പോ ഈ ദൈവം അവകാശമായി ലഭിക്കപ്പെട്ട ജനമാണ് ഭാഗ്യമുള്ളവർ. ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിൽ തന്റെ ജനത്തിന് തുല്യരായി വേറെ ആരുമില്ല എന്ന് ഹല്ലേലൂയ ദൈവവചനത്തിൽ അവിടെ പ്രസ്താവിക്കുകയാണ്. ഹല്ലേലൂയ. ഓ, ആരാണ് ഭാഗ്യവാൻ? ഈ യശൂരിന്റെ ദൈവമായി, ഓ ഇവന് തുല്യനായി ആരുമില്ലാതെ ഏറ്റവും ശ്രേഷ്ഠനും കാലളി വീരനുമായ ഈ ദൈവമുള്ളവരാണ് ഈ ലോകത്തിലെ വലിയവർ, ഭാഗ്യവാന്മാർ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് തുല്യരായി മറ്റാരും ഈ ലോകത്തിലില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 116-ന്റെ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നിയും വെള്ളിയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ: അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു. ഹല്ലേലൂയ. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. മിണ്ടാൻ കഴിവില്ലാത്ത, കേൾപ്പാൻ കഴിവില്ലാത്ത, കാണുവാൻ കഴിവില്ലാത്ത, സംസാരിപ്പാൻ കഴിവില്ലാത്ത, ഓ സ്പർശിപ്പാൻ കഴിവില്ലാത്ത, നടക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തെ സേവിക്കുന്നവർ അവരും അവരെ പോലെ എന്നവിടെ പറയുമ്പോൾ, ഈ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവർ, ഹല്ലേലൂയ, ആ ജീവനുള്ള ദൈവത്തെ പോലെ ജീവനുള്ള ദൈവമക്കളാണെന്നാണ് അവിടെ സാക്ഷിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മനസ്സിലായവർ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. നമ്മൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്, കേൾപ്പാൻ കഴിവുള്ള ദൈവത്തെയാണ്, നമ്മെ വിടിവിപ്പാൻ കഴിവുള്ള ദൈവത്തെയാണ്, നമ്മെ സൗഖ്യമാക്കുവാൻ ശക്തനായ കർത്താവിനെയാണ്, ഇറങ്ങി വന്ന് നമ്മെ വിടിവിപ്പാൻ കഴിവുള്ളവരെയാണ്, അടഞ്ഞ വാതിലുകളെ തുറക്കുവാൻ കഴിവുള്ളവരാണ്. ഓ, തുറക്കുവാൻ കൽപ്പിക്കുമ്പോൾ തുറന്നു വരുവാൻ അവന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഇന്ന് രാത്രി അവനെ സേവിക്കുന്നവർ അവനെ പോലെ തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ നമ്മിൽ വ്യാപരിക്കുന്ന, കർത്താവിലൂടെ നമ്മിൽ വ്യാപരിക്കുന്ന ആ ശക്തിയെ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവർ ആ കരമൊന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്താൽ രക്ഷിക്കപ്പെട്ട ജനം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം ജീവനില്ലാത്തവരല്ല, ജീവനുള്ള സേവിക്കുന്ന ദൈവമക്കൾ നാമും അവനോടൊപ്പം ജീവനുള്ളവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഓ രബ ശന്തല. ഒന്നുകൂടെ ആഴമായി ഞാൻ പറഞ്ഞാൽ നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഓ രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല, ആഭിചാരം നിനക്ക് വലിക്കയില്ല, ലക്ഷണ വിദ്യകൾ നിനക്ക് കേൾക്കുകയില്ല. ഹല്ലേലൂയ. കാരണം നീ സേവിക്കുന്ന ദൈവം, ഹല്ലേലൂയ, സർവശക്തനായ കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ഒരിക്കലൂടെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഓ റിബാന ശംദൽ കൗഡ ബാബ ശംദൽ കൗഡാദന. ഓ ഇസ്രായേൽ മക്കളുടെ ആ മോശയുടെ ജീവിത അവസാനത്തെങ്കിൽ, ഓ പിന്നിട്ട 40 വർഷങ്ങളിൽ ദൈവം അവരെ നടത്തിയ വഴികളെ നോക്കിക്കൊണ്ട് മോശയ്ക്കൊരു കാര്യമാണ് അവിടെ
പറയുവാനായിട്ടുള്ളത്, യെശൂരിന്റെ ദൈവത്തെ പോലെ വേറെ മറ്റൊരുത്തനുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആ യാത്രയിൽ മോശ ഓർത്ത പല കാര്യങ്ങളുണ്ട്. ആ 2 അധ്യായങ്ങൾ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, മരുഭൂയാത്രയിൽ സമൃദ്ധിയായ ഭക്ഷണം, സ്വർഗീയ ഭക്ഷണം, ശക്തന്മാരുടെ ആഹാരം ദൈവം അവർക്ക് നൽകുവാനായിട്ട് ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. ഓ, അവർ ദാഹിച്ചപ്പോൾ, ഹല്ലേലൂയ, അവർക്ക്, ഹല്ലേലൂയ, ഉറവകളെ തുറന്ന് അവിടെ ദാഹങ്ങളെ മാറ്റുവാൻ അവർ നദി പോലെ വെള്ളമൊഴുക്കി അവരെ പരിപോഷിപ്പിച്ച ഒരു ദൈവത്തെ മോശ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഓ, തുടർന്ന് മോശ അവിടെ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, ഓ ഗ്ലോറി ടു, സമൃദ്ധിയായ മാംസഭോജനം അവിടെ മരുഭൂയാത്രയിൽ ലിവ്യാദാന്റെ തലയെ തകർത്ത്, ഓ അവരെ കാടകളാക്കി അവിടെ മുമ്പിൽ അവർക്ക് കൊടുത്ത് ദൈവം അവരെ പരിപോഷിപ്പിച്ച ദൈവമാണ്. 40 വർഷം അവരുടുത്ത വസ്ത്രത്തെ കുറിച്ച് മോശ പറയുന്നു, അത് മുഷിഞ്ഞില്ല, അത് ജീർണിച്ചു പോയില്ല, അവരിട്ടിരുന്ന ചെരുപ്പ് തേഞ്ഞുപോയില്ല. അത്രമാത്രം ആ മരുഭൂയാത്രയിൽ ഇസ്രായേൽ മക്കളെ ഈ ദൈവം കരുതുവാനായിട്ടിടയായി. സ്തോത്രം. അതുകൊണ്ടും തീർന്നില്ല. 40 വർഷത്തെ മരുഭൂയാത്രയിൽ, ഹല്ലേലൂയ, ഏകദേശം 31 രാജാക്കന്മാർ അവിടെ യാത്രയെ മുടക്കുവാൻ മുന്നോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞു വാദിച്ചുകൊണ്ട് അവിടെ യാത്രയെ തടസ്സമാക്കുവാനായി വരുവാനിടയായി. 136 സങ്കീർത്തനങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ചില രാജാക്കന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫറവോൻ മുതൽ, ഹല്ലേലൂയ, അനേക രാജാക്കന്മാർ അവർക്ക് വിരോധമായി മുന്നോട്ടുള്ള യാത്രകളെ തടസ്സം ചെയ്യുവാൻ മുന്നോട്ട് വന്നപ്പോൾ യുദ്ധവീരനായ ദൈവം അവർക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് ദൈവം അവർക്ക് ജയം നൽകുവാനായിട്ട് ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. വാഗ്ദത്ത ദേശത്ത് കനാൻ ദേശത്ത് എത്തിച്ചേരുന്നതിന് വിരോധമായി വാദിച്ച സകല രാജാക്കന്മാരുടെ മുമ്പിലും ദൈവം അവർക്ക് ജയം നൽകി അവരെ മുന്നോട്ട് നടത്തുവാനായിട്ട് ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. പിൽക്കാല ജീവിത മരുഭൂയാത്രയിലെ ഓരോന്നും എണ്ണിക്കൊണ്ട് മോശയ്ക്ക് ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കളോട്, യെശൂരിനോട് പറയാനുള്ളത്, ഈ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ പിന്നിട്ട ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് അതിനെ ഒന്ന് എണ്ണിക്കൊണ്ട് അതിനെ ഒന്ന് അയവിറക്കിക്കൊണ്ട്, ഹല്ലേലൂയ, എത്ര അതിശയകരമായി അത്ഭുതകരമായി നാം പോലും ചിന്തിക്കുവാൻ കഴിയാത്ത മേഖലകളിലൂടെ നമ്മെ നടത്തിയ ഈ ദൈവം, ഹല്ലേലൂയ, എത്ര പേർ ഇന്ന് രാത്രിയിലെ കരമുയർത്തി പറയും, ഹല്ലേലൂയ, ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന ധൈര്യത്തോടെ ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ പറയും, ഹല്ലേലൂയ. ഉറവന ശന്തൽ കൗഡബബ. ഇനിയും അത് മാത്രമല്ല മോശയ്ക്ക് പറയുവാനുള്ളത്. മോശ അവരുടെ ഭാവിയെ കുറിച്ചും പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നുവരെ നിങ്ങളുടെ മരുഭൂയാത്രയിൽ ഈ ദൈവം, ഹല്ലേലൂയ, നിങ്ങളെ നടത്തുവാനായിട്ടിടയായി. സ്തോത്രം. നാളെ ചൂണ്ടിക്കൊണ്ട് മോശ ഈ ജനത്തിന്, മോശയ്ക്കറിയാം താൻ അവരെ വിട്ടുപോകുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അവർക്കൊരു ശുഭഭാവിയുടെ വചനം ദൈവം അവർക്ക് കൊടുക്കുകയാണ് മോശയിലൂടെ. മോശ എന്താണ് ആ വാക്യത്തിൽ അവരെ പറഞ്ഞ് ഓർപ്പിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. അവരുടെ ഭാവിയെ നോക്കിക്കൊണ്ട് മോശ ഇപ്രകാരമാണ് വിളിച്ചു പറയുന്നത്, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ, ഹല്ലേലൂയ, തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ആത്മീക കണ്ണുകളൊന്ന് തുറന്ന് നാളെ നോക്കി എത്ര ദൈവമക്കൾ പറയും, ഹല്ലേലൂയ, ഓ ഇന്നലകളിൽ നിന്നെ നടത്തിയവൻ, ഇന്നലകളിൽ ജയകരമായി നിന്നെ മുന്നോട്ട് ഇതുവരെ കൊണ്ടുവന്നവൻ, ഹല്ലേലൂയ, നാളെ നിന്റെ ആവശ്യത്തിനും മേഘാരൂഢനായി നിന്നെ സഹായിപ്പാൻ വരുന്നത് ഉടവര ശന്തൽ കൗഡബബ. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രിയിൽ അതൊന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. മേഘാരൂഢന എന്ന് പറഞ്ഞാൽ അധികം വേഗത്തിൽ തന്നെ നിന്നെ സഹായിപ്പാൻ, നിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് നീ ഏതൊരു സഹായത്തിനായി കാത്തിരിക്കുന്നുവോ, ഹല്ലേലൂയ, ഏതൊരു മേഖലകളെ നീ വെച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, ഹല്ലേലൂയ, ആ മേഖലകളിൽ നിന്നെ സഹായിപ്പാനായി ആകാശമീതേ മേഘാരൂഢനായി ആ യെശൂരിന്റെ ദൈവം വരും എന്ന് പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇന്ന്
രാത്രി വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കലക്കിക്കളയുന്ന, നിങ്ങളുടെ മനസ്സിനെ പതറിപ്പിക്കുന്ന പല നിലകളിൽ നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ഹല്ലേലൂയ ഏതെങ്കിലും വിഷയങ്ങളിൽ നീർന്ന ഹൃദയത്തോടെ ഹല്ലേലൂയ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ ഹല്ലേലൂയ. ആകാശമീതെ മേഘാരൂഢനായി നിന്നെ സഹായിപ്പാൻ എന്റെ കർത്താവ് വരുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി അതൊന്ന് വിശ്വസിച്ചെടുക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. അതുമാത്രമല്ല, മോശ വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുക്കളുടെ മേൽ ഒരു ജയം അവൻ കൽപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർ അത് വിശ്വസിക്കും? ചില മേഖലകളിൽ എന്റെ കർത്താവ് നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം പിൻപറ്റുന്ന ഹല്ലേലൂയ ആര് കരം പിടിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവന്നുവോ, ആര് നമ്മെ ഇന്നുവരെ നടത്തുന്നുവോ, അവൻ ചില വിടുതലുകൾ വിശ്വസിക്കുന്നവർക്കായി തന്നെ പിൻപറ്റുന്ന ജനത്തിനായി അവൻ കൽപ്പിക്കുകയാണ് ഇന്ന് രാത്രികാലം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഉരബന ശന്തൽ കൗഡബാബ. ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ അതൊന്ന് വിശ്വസിച്ച് അന്ന് ഏറ്റെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു? സ്തോത്രം. വിടുവിക്കുന്ന കരം വെളിപ്പെടുക മാത്രമല്ല, ഹല്ലേലൂയ വേഗത്തിലൊരു കൽപ്പന പുറപ്പെടുവിച്ചൊരുക്കുകയാണ്. ഹല്ലേലൂയ. ചില മേഖലകളിൽ നമ്മെ അലട്ടുന്ന, നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ നീർന്ന ഹൃദയത്തിന്റെ അവസ്ഥയിലേക്ക് ആക്കി തീർക്കുന്ന ശത്രുവിന്റെ ചില മേഖലകളിലേക്ക് ഒരു വിടുതൽ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മോശയെ പോലെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പറയാം, യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ സഹായിച്ചവർ പലരും കാണാം, ആസ്വദിച്ചവർ കാണാം. ഹല്ലേലൂയ. കൈത്താങ്ങലുകൾ കന്നവർ കാണാം. ഹല്ലേലൂയ. സഹായിച്ചവർ കാണാം. ഹല്ലേലൂയ. എന്നാൽ അവരിലൊക്കെ വലിയവനായി മറ്റൊരുത്തരുമില്ല. നമ്മുടെ കർത്താവിന് തുല്യനായി, നമ്മുടെ കർത്താവിന് തുല്യനായി ആരുമില്ല. ഹല്ലേലൂയ. അവന്റെ സ്നേഹവും അവന്റെ കരുതലുകളും അവന്റെ പരിപാലനവും അവന്റെ സൂക്ഷിപ്പും അനുഭവിച്ച ദൈവമക്കള് അല്പസമയമാ നാവൊന്ന് തുറന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ. ഊരാബാന ശന്തൽ കൗഡബാബ. ഹല്ലേലൂയ. പിന്നിട്ട ദിവസങ്ങളെ നോക്കിക്കൊണ്ട് മോശ പറയുകയാണ്, യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. ഭാവിയെ നോക്കിക്കൊണ്ട് മോശ ജനത്തോട് പറയുകയാണ്, യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. ഹല്ലേലൂയ. ഇന്നലകളിൽ സഹായിപ്പാൻ ഇറങ്ങി വന്നവൻ നാളെ നിന്നെ സഹായിപ്പാനായി മേഘാരൂഢനായി നിന്റെ അടുക്കലേക്ക് വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം ഇന്ന് രാത്രിയിൽ നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ചുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ഭാരത്തോടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം ഹല്ലേലൂയ ആ കരമൊന്ന് ഉയർത്തിക്കൊണ്ട് ആ കണ്ണുകൾ അടച്ചുകൊണ്ട് എത്ര ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ച് പിന്നിട്ട ദിവസങ്ങളെ നോക്കിക്കൊണ്ട് എത്ര പേർ നന്ദിയോടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. ഈ വലിയവനായ ദൈവം നമ്മുടെ ദൈവമാകയാൽ നാം നമ്മുടെ കർത്താവിനെ പോലെ ഹല്ലേലൂയ മറ്റൊരുത്തനും നമുക്ക് തുല്യരായി ലോകത്തിലില്ല. ഹല്ലേലൂയ. അവന്റെ ശക്തി നമ്മുടെ മേൽ പകർന്ന്, അവന്റെ പരിപാലനം നമ്മുടെ മേൽ പകർന്ന് ഹല്ലേലൂയ നമ്മെ വഴി നടത്തുന്ന ആ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് എല്ലാവരും അല്പസമയം ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഇന്നലകളെ നോക്കി എല്ലാവരും ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. നാളെയും നമ്മെ നടത്തുവാൻ മേഘാരൂഢനായി നിന്നെ സഹായിപ്പാനായി അവൻ വേഗം വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് കാണുവാൻ കഴിയുന്നുണ്ട്? നിന്റെ മേഖലകളിലേക്ക് വെളിപ്പെടുന്ന, നിന്റെ രോഗത്തിലേക്ക് വെളിപ്പെടുന്ന, നീ ഭാരപ്പെടുന്നതിന്റെ വിഷയത്തിലേക്ക് വെളിപ്പെടുന്ന ഹല്ലേലൂയ നിന്റെ ഹൃദയത്തെ തളർത്തി കളയുന്ന ആ രോഗത്തിലേക്ക്, ആ ഭാരത്തിലേക്ക് വേഗം മേഘാരൂഢനായി വരുന്ന ആ ദൈവത്തെ കാണുവാൻ ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾക്ക് വിശ്വാസത്തോടെ ആ
കണ്ണുകളൊന്ന് തുറന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് വരെ നടത്തിയവൻ നാളെയും നമ്മെ നടത്തുവാൻ നമ്മോട് കൂടെയുണ്ട്. അവൻ തന്റെ വിടുതലുകൾ നമുക്കായി ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്കായി കൽപ്പിച്ചിരിക്കുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഒരിക്കലൂടെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന ഈ അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാ നിന്റെ ജനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ദൈവത്തെ പോലെ, ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവിനെ പോലെ, ഞങ്ങൾ പിൻപറ്റുന്ന യേശുവിനെ പോലെ മറ്റൊരുത്തനുമില്ല. ഹല്ലേലൂയ. ഇത്ര കണ്ട് ഞങ്ങളെ വിടുവിപ്പാൻ, ഹല്ലേലൂയ, ഇത്ര കണ്ട് ഞങ്ങളെ സൂക്ഷിപ്പാൻ, ഇത്ര മഹത്വകരമായി ഞങ്ങളെ കൊണ്ടുവരുവാൻ മറ്റൊരുത്തനുമില്ല കർത്താവേ. നാളെയും ഞങ്ങളെ നടത്തുവാൻ മറ്റാരുമില്ല. ഉന്നതനായ ഒരു കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുന്നതിനാൽ നന്ദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും, കൃപയാൽ നിറയ്ക്കും, താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തെ തന്നെ. ദൈവമക്കളെ കരമുയർത്ത കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട് ഒരു പാട്ടിന്